അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഔദാര്യങ്ങളും ആനുകൂല്യങ്ങളും കേരളത്തിൽ കിട്ടാതിരിക്കാൻ വളരെ ജാഗരൂകമായ ഇടപാടാണ് പിണറായി സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈയൊരു പരിപാടിയൊക്കെ മുന്നോട്ട് പോയാലൊന്നും കേരളം അധികം നിൽക്കുകയില്ല. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി 4 ലക്ഷം കോടി രൂപ കടം. മനസ്സിലായില്ലേ? ഇത് എവിടെ കൊണ്ട് തീർക്കും? ഇത് കേൾക്കാം, പറഞ്ഞു. സാറേ, ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചു. ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുന്ന അതേ സ്റ്റൈലാണ് മോദി ഇവിടെ തൃശ്ശൂരിലാണ്. ഇത്രയും വർഷങ്ങളായിട്ട് കേരളത്തിൽ വന്നിട്ടും ഈ കേരള BJP തിരിച്ചൊരു സീറ്റ് മോദിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റൈലില്ല. LDF UDF 2 മുന്നണിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ചിതറിക്കിടക്കുക. ഇത് 2 മുന്നണി ഒരുമിച്ച് BJP എതിർക്കുക. എന്തെങ്കിലും കാണിച്ചാൽ BJPക്കാരൻ ജയിക്കാൻ സാധ്യത കണ്ടാൽ സ്ഥാനാർത്ഥി LDF UDF അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചാൽ ഒരാളെ ജയിപ്പിക്കും. BJP ജയിപ്പിക്കില്ല. അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഔദാര്യങ്ങളും ആനുകൂല്യങ്ങളും കേരളത്തിൽ കിട്ടാതിരിക്കാൻ വളരെ ജാഗരൂകമായ ഇടപാടാണ് പിണറായി സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടാണ് ഈ കോൺഗ്രസ്. പിന്നെങ്ങനെ നന്നാവും? വിദ്യാഭ്യാസ മേഖല വന്നിരിക്കുന്ന മാറ്റങ്ങൾ എത്ര വലുതാണ്. അതിന്റെ ഗുണപരമായ മാറ്റങ്ങൾ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാൻ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്ന നിലയിലാണ് CPM നിൽക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാവും? ഒരു ഉദാഹരണം പറയും. നമ്മൾ ഈ രണ്ടാമത്തെ ഈ പിണറായി സർക്കാർ വന്നതിന് കിറ്റ് കൊടുത്ത ആ കിറ്റിനകത്ത് ആ സഞ്ചി ഒഴിച്ച് ബാക്കി മുഴുവൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ആരറിഞ്ഞു? ഇവിടുത്തെ BJP നേതൃത്വത്തിന് അത് ശരിയായിട്ട് മുതലെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ആലോചിച്ച്, എന്തിനാണ് ആ സാധനം മുഴുവൻ, കിറ്റിനകത്തുള്ള സാധനം മുഴുവൻ, അതാണ് ഭക്ഷ്യധാന്യങ്ങൾ, അത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത് 5 രൂപ 2 രൂപയുടെ സഞ്ചി 5 രൂപയ്ക്ക് മേടിച്ച് അതും മോട്ടിച്ചു പിണറായി. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് അല്ലെന്നാ പറഞ്ഞു. ഇങ്ങനെ കള്ളപ്രചരണം മാത്രം നടത്തുക. പക്ഷേ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്നലെ തൃശ്ശൂർ ചെയ്തതുപോലെ ഒരു 2 പ്രസംഗം, ഒന്ന് എറണാകുളത്ത്, ഒന്ന് തിരുവനന്തപുരത്ത്, അല്ലെ കോട്ടയത്തും തിരുവനന്തപുരത്തും കൂടെ നടത്തി കഴിഞ്ഞാൽ ഈ സംഭവം നന്നാവും. ഇപ്പം ഞാൻ കാണുന്നൊരു മാറ്റം ന്യൂനപക്ഷ വിരുദ്ധമാണ് മോദി ഗവൺമെന്റ് എന്നാ പറയുന്നത്. ഉടനെ ചാടിക്കയറി മണിപ്പൂർ എന്താ ഉണ്ടായത്? അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. കുക്കി വിഭാഗവും മൈതേയി വിഭാഗവും 2 ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്. അത് 75 കൊല്ലത്തിന് മുകളിലായിട്ട് നിലനിൽക്കുന്ന വംശീയ കലാപ മേഖലയാണ്. അതിനകത്ത് മോദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോദിയല്ല, ആരെ എന്ത് ചെയ്യാൻ? പിണറായിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരാണ്? മറ്റു മാർഗമില്ല. പ്രത്യേകിച്ച് കുക്കി വിഭാഗം എന്ന് പറയുന്ന വനമേഖലയിലും മെയ്തേയി ടൗൺ മേഖലയിലുമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടിച്ചു കൊല്ലാൻ പറ്റുമോ? ഇത് മനസ്സിലാക്കാതെ എന്നിട്ട് ഇവിടെ പിണറായി UDF ഒരുമിച്ച് പ്രകടനം നടത്തുന്നത് എന്താ? അയ്യോ, പാണിപ്പൂരിലെ പാവപ്പെട്ട ക്രിസ്ത്യാനിയെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അറിഞ്ഞോണ്ടെന്നാ പറയുന്നത്. എന്നാൽ കാശ്മീരില് 60 കൊല്ലമായിട്ട് അടച്ചിട്ടിരുന്ന പള്ളി ഈ അടുത്ത കാലത്ത് മോദി തുറന്നു കൊടുത്തു. അച്ഛൻ സന്തോഷമായിട്ട് കുർബാനയിലേക്കൊണ്ടിരിക്കുക രാവിലെ. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ എന്താ മിണ്ടാത്തത്? അത് പറയണ്ടേ? അത് പറയാല. അടുത്ത ദിവസം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇസ്രായേലിനുള്ളിലേക്ക് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി 1200 പാവപ്പെട്ട ഉറങ്ങിക്കിടന്നവരും സന്തോഷമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന മേഖലയിലൊക്കെ വന്ന് മുഴുവൻ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യും, കുഞ്ഞുങ്ങളെ കഴുത്തുവിട്ടും ഒക്കെ ചെയ്ത് കൊന്നു. ഒരു കുഴപ്പമില്ല, കടന്നുകയറ്റം അല്ലെന്നാണ് നമ്മുടെ കേരളത്തിലെ LDF UDF പറയുന്നത്. എന്നാൽ ഈ തൊഴി പാഴ്സലായിട്ട് കിട്ടിയ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി. നല്ല സുഖമായിട്ട് അടികൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുക. അപ്പം അടിച്ചു കൊല്ലുക ഹമാസിനെയല്ല. ഇവിടെ ഹമാസ് വിരുദ്ധ സമ്മേളനം നടത്തുന്നതിന് പകരം പിണറായിയുടെ അധ്യക്ഷതയിൽ നേതൃത്വത്തിൽ കോഴിക്കോട്ട് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് ഹമാസ് ഭീകരവാദികളല്ലെന്നാണ് പ്രഖ്യാപിച്ചത്. ഞാനോർത്ത് കോൺഗ്രസ്സുകാരന് വിവരമുള്ള അവനെങ്കിലും മിണ്ടാതിരിക്കും. കൃത്യമായിട്ട് കോൺഗ്രസ്സുകാരൻ അതിന് ശക്തിയോടുകൂടി പിണറായി ആത്മാർത്ഥ കുറവാണ്. ഇവിടുത്തെ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ നമ്മൾ ഒന്നിക്കണം. ഇവിടെ കിടന്ന് ഈ ഉളമ്പന്മാര് വല്ലതും ചെയ്തിട്ട് ഇസ്രായേൽ മൈൻഡ് ചെയ്യുമോ? ഈ ഉളമ്പന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെന്ത് ചിന്തിക്കട്ടെ. ഇവിടെ എന്തിനാ ചെയ്യുന്നത്? ഇവിടുത്തെ പലസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് മുസ്ലിങ്ങളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒന്നിപ്പിക്കാൻ വേണ്ടി കാണിച്ച് ഊളത്തരതായത്. ഈയൊരു പരിപാടിയൊക്കെ മുന്നോട്ട് പോയാലൊന്നും കേരളം അധികം നിൽക്കുകയില്ല. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി 4 ലക്ഷം കോടി രൂപ കടം. മനസ്സിലായില്ലേ? ഇത് എവിടെ കൊണ്ട് തീർക്കും? ഇത് ഇനി എവിടെ നിന്ന് കാശ് കിട്ടും? ആരും കാശ് കൊടുക്കാനില്ല.
കേന്ദ്ര ഗവൺമെന്റ് മറ്റു സംസ്ഥാനം കൊടുക്കുന്ന മാനദണ്ഡം വിരുദ്ധ കേരളത്തിന് മാത്രമേ കാശ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ 2000 കോടി രൂപയുടെ കൊടുത്തതിന് കുഴപ്പം നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും തീരാൻ പോവാ, ഒരു സംശയം വേണ്ട. വേറൊരു സംശയം ചോദിച്ചോട്ടെ. കാരണം ഈ മോദി വരുമ്പോൾ ഇന്നലെ 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഈ 2 ലക്ഷം എന്തായി വോട്ടായിട്ട് മാറുന്നില്ല BJP? അത് വോട്ടായിട്ട് മാറായിരുന്നു, ജയിക്കുകയില്ല എന്നൊരു ഫീലിംഗ് അത് കൊടുത്തിരുന്നുകൊണ്ടാണ് ഈ അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട 6 സീറ്റിലേക്ക് BJP ജയിക്കാൻ പോവാ. ഒരു സംശയം വേണ്ട. തൃശ്ശൂർ സുരേഷ് ഗോപി നിൽക്കുന്നത് അവിടെ സംശയം എന്താ, അങ്ങനെ ജയിക്കും. ഇതാ തർക്കം ഇരിക്കുന്നത്. 20-ാം തീയതി അങ്ങനെ മകളുടെ കല്യാണമാണ്. അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് അങ്ങനെ അവിടെ ഉണ്ടാവും. 100% നല്ല വിജയത്തോടും എല്ലാ പ്രാവശ്യം BJP പറഞ്ഞ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നു. പക്ഷെ എന്നിട്ട് ഒരു പ്രതിഫലം കാണില്ലേ അവിടെ? അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട.